ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. ഇന്ന് നമ്മൾ ലഹരിക്ക് വേണ്ടിയുള്ള കുട്ടികളുടെ ഒരു അഭിനിവേശത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിനെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധ വേണ്ട കുട്ടികൾ, സംരക്ഷണം വേണ്ട കുട്ടികൾ, അവരെ എങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം, എന്തൊക്കെ സംരക്ഷണം നമുക്ക് അവർക്ക് നൽകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഓരോ റീൽസ് അല്ലെങ്കിൽ ഓരോ പോസ്റ്റുകൾ കുട്ടികളുടെ ഈ ഒരു അക്രമവാസനകളെ എന്തേരം പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? വളരെ റെലവൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. നമുക്ക് കുട്ടികൾക്കെതിരായിട്ടുള്ള പല ചൂഷണങ്ങളും അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പല കുട്ടികളും ചൂഷണത്തിന് വിധേയരായത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയാണ്. നല്ലൊരു ശതമാനം കുട്ടികളും ഇൻസ്റ്റഗ്രാം വഴിയായിട്ട് പലരും പല ചതിക്കണികളിൽ പെട്ടുപോകാറുണ്ട്. നമുക്കറിയാം, പല മുതിർന്ന ആളുകളും ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികളുമായിട്ട് പ്രണയം നടിക്കുകയും അങ്ങനെ കുട്ടികളെ അവരുടെ കെണിയിൽപ്പെടുത്തിക്കൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടൊക്കെ മിസ്യൂസ് ചെയ്യുന്ന, നമുക്ക് ഈ ടെക്നോളജിയൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ ടെക്നോളജി നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല കുട്ടികളും ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളെ വളരെ നെഗറ്റീവായിട്ട് ഇത് ബാധിക്കുക. പല പോക്സോ കേസുകളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല കുട്ടികളെയും ഇവർ മിസ്യൂസ് ചെയ്തേക്കുന്നതൊക്കെ, അല്ലെങ്കിൽ ഇവരുമായിട്ട് പ്രണയം സ്ഥാപിച്ചതൊക്കെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ വഴിയായിട്ടാണ്. അപ്പം കുട്ടികളെ നമ്മുടെ സോഷ്യൽ മീഡിയ എങ്ങനെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുവാനുള്ള പരിശീലനം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ചേർക്കേണ്ടതാണ്. നമ്മുടെ ചെറിയ പ്രായം മുതൽ തന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയകളെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റെസ്പോൺസിബിളായിട്ടുള്ള കുട്ടികളാകണം, അപ്പോൾ അതിനുള്ള പരിശീലനമൊന്നും നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിൽ മുതലേ കിട്ടുന്നില്ല. നമ്മൾ ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസൊക്കെ നടത്താറുണ്ട്, പക്ഷേ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴെങ്കിലും 15, 16, 17 വയസ്സിലൊക്കെ കയ്യിലേക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിനെ മിസ്യൂസ് ചെയ്യാനുള്ളൊരു പ്രവണത നമ്മുടെ പല കുട്ടികളിലും കാണാറുണ്ട്. പലപ്പോഴും പല കുട്ടികളും അവരുടെ ലൈഫ് തന്നെ ഒരു ദുരിതമായിട്ട് കാരണമാകുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. പലപ്പോഴും പല കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനിലേക്ക് പോയിട്ട് ഇത് ഉപയോഗിക്കാൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവർ അക്രമാസക്തരാവുകയും മാതാപിതാക്കളെ മർദ്ദിക്കുകയും, അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് PUBG പോലെയുള്ള ചില ഫ്രീ ഫയർ പോലെയുള്ള ചില ഓൺലൈൻ ഗെയിമുകളും മറ്റു പല, അപ്പോൾ അതിലൊക്കെ കുട്ടികൾ അഡിക്റ്റഡായിട്ട് അത് അവരുടെ പ്രവർത്തനങ്ങളെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കൂടെയുള്ള സുഹൃത്തുക്കളോടുമൊക്കെയുള്ള ഇവരുടെ പെരുമാറ്റത്തെയൊക്കെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. പല കുട്ടികളും പലപ്പോഴും പല മാതാപിതാക്കൾ അവിടെ വന്ന് പറയാറുണ്ട്, മക്കൾക്ക് രാത്രിയിൽ ഉറക്കമില്ല, അല്ലെങ്കിൽ മകന് അല്ല മകൾക്ക് രാത്രി ഉറക്കമില്ല, അവർ രാത്രി മുഴുവനും ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കുട്ടികളൊക്കെ ഇവിടെ ഹാജരാകും, നമുക്കറിയാം അവരുടെ കണ്ണുകളൊക്കെ വളരെ ക്ഷീണിച്ചാണ്, മുഖത്ത് പോലും നോക്കാൻ സാധിക്കത്തില്ല. അത് മാനസികമായിട്ട് പല രീതിയിൽ കുട്ടികളെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ നമ്മൾ വളരെ ഉത്തരവാദിത്തോടു കൂടി ഉപയോഗിച്ചില്ല എങ്കിൽ അത് നമ്മളെ പല രീതിയിലും ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ എണ്ണമൊക്കെ കൂടുതലായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും തമാശ പറഞ്ഞുമൊക്കെ അവർ ജീവിക്കുമായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഇടയിലുള്ള ഇൻറ്ററാക്ഷൻസ് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് അയൽപക്കത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയാം, ഇപ്പം കുട്ടികൾക്കിടയിൽ പലതും ന്യൂക്ലിയർ ഫാമിലീസാണ്. കളിക്കാനും കൂട്ടുകൂടാനൊന്നും കുട്ടികൾക്ക് ആരുമില്ല. അപ്പോൾ അവരുടെ ലോകമെന്ന് പറയുക ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ലോകത്തിലേക്ക് പല കുട്ടികളും മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, അതിന് കുട്ടികളെ മാത്രം കുറ്റം പറയാൻ സാധിക്കത്തില്ല. പല മാതാപിതാക്കളും അച്ഛനും അമ്മയും ഓരോ മൊബൈൽ ഫോണും ഒക്കെ ആയിട്ട് അവരുടെ സോഷ്യൽ മീഡിയയുടെ ലോകത്തിലാണ്. പലപ്പോഴും ഈ കുട്ടിയോട് മിണ്ടാനോ സംസാരിക്കാനോ പോലും പല മാതാപിതാക്കളും സമയം കണ്ടെത്താറില്ല. അപ്പോൾ അവർ കണ്ട് പഠിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ ഈ ഒരു ലോകത്താണ്, സോഷ്യൽ മീഡിയയുടെ ലോകത്താണ്. അപ്പം മാതാപിതാക്കൾക്ക് കുട്ടിയെ ഒന്ന് ഉപദേശിക്കാനോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു മോറൽ ക്രെഡിബിലിറ്റി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ കുട്ടികളെ തിരുത്തുവാനുള്ള യാതൊരു സാധ്യതയും അവിടെയില്ല. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ ഇൻ്ററാക്ഷൻസിനും അഡ്ജസ്റ്റ്മെൻറ്റ്സിനുമുള്ള സാധ്യതകൾ കുറയുമ്പോഴാണ് കുട്ടികളൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു ലോകത്തിൽ എത്തുക. അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുക, കുട്ടിക്ക്
ഏകാഗ്രത, പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റു കുട്ടികളുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനോ പുതിയ സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അവൻ്റെ ബ്രെയിൻ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്തിൽ അല്ലെങ്കിൽ ആ ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ അത് പിന്നീട് അവൻ്റെ ഭാവി ജീവിതത്തെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതെ, നമുക്കിപ്പം മനസ്സിലായത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുട്ടികളുടെ ശാരീരിക ക്ഷമതയെ വരെ കുറയ്ക്കുന്നുണ്ട്. അതായത് രാത്രിയിൽ നമ്മളിങ്ങനെ ഉറങ്ങാതെ അമിതമായി 1:30 വരെ 2:30 വരെ പാതിരാത്രി വരെ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പം തുടർന്നും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്കിവിടെ സാറ് പറഞ്ഞു തന്നു. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. സാർ, നമുക്ക് CWCയുടെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ട് സ്വമേധയാ എങ്ങനെയാണ് ഒരു കേസ് എടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിന് തുടർ നടപടി ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന അല്ലെ അപകടം നിറഞ്ഞൊരു സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് CWCക്ക് ഇടപെടാൻ സാധിക്കും. അതിനുള്ള അധികാരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് CWCക്ക് നൽകിയിട്ടുള്ളതാണ്. അതോടൊപ്പം നമുക്ക് നമ്മുടെ റെസ്ക്യൂ ഓഫീസേഴ്സിനെ അയച്ച് കുട്ടിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഏത് സാഹചര്യങ്ങളുണ്ടായാലും, കുടുംബത്തിലായിക്കൊള്ളട്ടെ അല്ലെ അവൻ്റെ ഒരു ലിവിങ് എൻവയോൺമെൻറ്റിലായിക്കൊള്ളട്ടെ, അടിയന്തരമായിട്ട് ആ കുട്ടിയെ റെസ്ക്യൂ ചെയ്തിട്ട് അവൻ്റെ പുനരധിവാസം ഉറപ്പുവരുത്താനുള്ള അധികാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കുണ്ട്. അതോടൊപ്പം തന്നെ അൺഫിറ്റായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പ്രാപ്തിയില്ലാത്ത മാതാപിതാക്കൾ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഇപ്പം മാനസിക രോഗികളായിട്ടുള്ള മാതാപിതാക്കളോ അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ ബാധിച്ച മാതാപിതാക്കൾ, അപ്പോൾ കൃത്യമായിട്ട് ഒരു പേരൻറ്റിങ് കൊടുക്കാൻ ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ പര്യാപ്തരല്ലാത്ത മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാതാപിതാക്കളുടെ കൂടെ ഒരു കുട്ടി ജീവിക്കുന്ന കുട്ടിയുടെ ജീവനെ ബാധിക്കുന്നെങ്കിൽ അടിയന്തരമായിട്ട് ഈ കുട്ടിയെ അവിടെ നമുക്ക് റെസ്ക്യൂ ചെയ്യും. കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുക ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, കുട്ടിയുടെ ഉത്തമ താല്പര്യമാണ്. കുട്ടിയുടെ ഉത്തമ താല്പര്യവും കുട്ടിയുടെ നല്ല ഭാവിയൊക്കെ കരുതിയായിരിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓരോ തീരുമാനങ്ങളും എടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയിലെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ബാലവേല, ബാലഭിക്ഷാടനം, കുട്ടികൾക്കെതിരായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻസ്, ചൂഷണങ്ങൾ, പലതരത്തിലുള്ള ചൂഷണങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അടിയന്തരമായിട്ട് നമ്മളതിൻ്റെ അകത്ത് ഇടപെടുകയും കുട്ടിയുടെ ശോഭനമായിട്ടുള്ള ഭാവി നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യും. ഓക്കെ സാർ, നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ കിട്ടുന്ന ഒരു കുട്ടിയെ നമ്മൾ എന്താണ് അടുത്ത പ്രൊസീജിയർ, എന്താണ് ആ കുട്ടിക്ക് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സേവനം? നമ്മൾ ഏറ്റവും അടിയന്തരമായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഈ കുട്ടിയെ വീട്ടിലേക്ക് വിടാൻ പറ്റുന്ന സാഹചര്യമാണോ? ഈ കുട്ടിയുടെ വീട്ടിൽ സുരക്ഷിതമായിരിക്കുമോ? ഒരുപക്ഷെ വീട്ടിൽ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമാണ് എങ്കിൽ നമ്മൾ അടിയന്തരമായിട്ട് നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഈ കുട്ടിയെ മാറ്റുകയും കുട്ടിക്ക് അവിടെ നന്നായിട്ട് പഠിക്കുവാനും ജീവിക്കുവാനുമുള്ള അവസരം 18 വയസ്സ് പൂർത്തിയാകുന്നവരെ അവിടെ തന്നെ താമസിക്കാൻ. ഇനി എപ്പോഴെങ്കിലും കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ, വീട്ടിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് വിടുന്നത് സുരക്ഷിതമാണ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വിടും. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഒരു പോളിസിയാണ് ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, സ്ഥാപന ഇതര സംരക്ഷണം. അപ്പം കുട്ടികളെയൊക്കെ സ്ഥാപന സംരക്ഷണം എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് കരുതുക. അപ്പം ഏതെങ്കിലും കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് വിടാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ സ്വന്തം വീട്ടിലേക്ക് വിടുകയും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുകയും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സ്വമേധയായിട്ട് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഇപ്പം ശ്രദ്ധയും സംരക്ഷണവും കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അവരുടെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടു. ഇതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. സാർ, നമ്മൾ
കുട്ടികളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് എന്താണ് ആവശ്യം, അവരെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അവർ വൈകാരികമായിട്ട്, മാനസികമായിട്ട്, അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടും അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടുന്നു എന്നുള്ളത് കേട്ടപ്പം ഇങ്ങനെ ഒരു ഇരയായിട്ടുള്ള ഒരു കുട്ടി, അവർക്ക് എങ്ങനെയാണ് നമ്മൾ സംരക്ഷണം ഉറപ്പാക്കുന്ന രീതി എങ്ങനെയാണ്? ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഒരുപക്ഷെ സ്കൂളുകളിലോ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സമൂഹത്തിലോ നടന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പോലീസിലോ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലോ അറിയിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇത് നമ്മൾ അറിയിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലാണെങ്കിൽ അധ്യാപകർ അല്ല പ്രിൻസിപ്പൾ ഇവർ കൃത്യമായിട്ട് അറിയിക്കുക. നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ പോക്സോ കേസുകളിൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നേരിടുന്ന കുട്ടികളെ നമുക്കറിയാം, അവരും CNCP ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള ഒരു കാറ്റഗറിയിൽപ്പെടുന്ന കുട്ടികളാണ്. അപ്പം അത്തരത്തിലുള്ള കുട്ടികളെ CWCയിൽ ഹാജരാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് അവരുടെ ചില അസസ്മെൻറ്റ്സ്, പ്രിലിമിനറി അസസ്മെൻറ്റുകൾ നമ്മൾ എടുക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവർ കടന്നു പോകുന്ന ഈ ട്രോമയിലൂടെ, കാരണം ചെറിയ പ്രായത്തിലെ ഇവരനുഭവിച്ച ഈ ലൈംഗിക അതിക്രമം അത് തടയാൻ വേണ്ടിയുള്ള കൗൺസിലിങ്സ്, അടിയന്തരമായിട്ടുള്ള കൗൺസിലിങ്, ഈ ട്രോമയിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇപ്പം ചില കുട്ടികൾക്ക് അവരുടെ ഈ പീഡനം ഉണ്ടാകുന്ന, ലൈംഗിക അതിക്രമം ഉണ്ടാകുന്ന സ്വന്തം കുടുംബത്തിൽ നിന്നോ സ്റ്റെപ്പ് ഫാദേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഓൺ ബ്രദേഴ്സിൽ നിന്നൊക്കെ ആണെങ്കിൽ അവരെ സ്വന്തം വീട്ടിലേക്ക് വിടുന്നത് ഒട്ടും സുരക്ഷിതമല്ല. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ തന്നെ സർക്കാർ സംവിധാനങ്ങളിലൂടെ നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക്, നമ്മുടെ നിർഭയ ഹോമുകളൊക്കെ ഉണ്ട്, ലൈംഗിക അതിക്രമം നേരിടുന്ന കുട്ടികളെ താമസിപ്പിച്ച് കൗൺസിലിംഗ് കൊടുക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടേക്കാക്കി അടിയന്തരമായിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് വീട്ടിലേക്ക് വിടാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവരെ സ്വന്തം വീട്ടിലേക്ക് വിടും. അതല്ല എങ്കിൽ നമ്മൾ തന്നെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് മാറ്റാറുണ്ട്. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ചില സർക്കാരിൻ്റെ ചില പദ്ധതികളും സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റും. അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് വിടുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മൾ കാവൽ പ്ലസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി, കാവൽ പ്ലസ്സിലെ ജീവനക്കാർ, നമ്മുടെ ഉദ്യോഗസ്ഥർ എല്ലാ മാസവും അവരെ ചെന്ന് കാണുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങും അവരുടെ ഫോളോ അപ്പുകളൊക്കെ നടത്തുകയും ഈ കുട്ടി ആ വീട്ടിൽ സുരക്ഷിതമാണോ, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, വീട്ടിലെ സാഹചര്യം എന്തൊക്കെയാണ്, അതൊക്കെ വിലയിരുത്തുകയും എല്ലാ മാസവും നമ്മൾ ഓരോ കുട്ടിയുടെയും കേസുകൾ നമ്മൾ റിവ്യൂ ചെയ്യുകയും അതിൻ്റെ അകത്തുള്ള ഇൻ്റർവെൻഷൻസ് നമ്മൾ നടത്തുകയും ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ കുട്ടികൾക്കും, ലൈംഗിക അതിക്രമം നേരിടുന്ന ഓരോ കുട്ടികൾക്കും വേണ്ടി ഈ കേസിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ കോടതിയിൽ പോകുവാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു സപ്പോർട്ട് പേഴ്സണെ CWC അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഈ കുട്ടിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സപ്പോർട്ട് പേഴ്സൺ ആയിരിക്കും കുട്ടിയെ സഹായിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഉണ്ട്, ലൈംഗിക അതിക്രമം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം. അപ്പം ഇതെല്ലാം കൊടുക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ഇതിൻ്റെ അകത്ത് അടിയന്തരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇടുന്ന, അപ്പോൾ ഏത് കുട്ടികളാണ് ഈ സാമ്പത്തിക സഹായത്തിന് അർഹരാണ് എന്ന് പരിശോധിച്ച് അതിൻ്റെ അകത്ത് ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പം ഇതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. ഇത് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. ഓക്കെ, സാറ് പറഞ്ഞു നമുക്ക് സ്ഥാപനത്തിൽ നിർത്തുന്ന കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ആവശ്യമായ അവരുടെ വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? കൃത്യമായിട്ട് തന്നെ അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ടോ? വളരെ റെലവൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയൊക്കെ ഒരു വലിയ പ്രസക്തി എന്ന് പറയുക. നമ്മൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വലിയ ഇടപെടലുകളൊക്കെ നടത്തി കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുക, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആക്കിയിട്ട് അതിനോട് തൊട്ട് ചേർന്നുള്ള സ്കൂളിൽ തന്നെ പഠിക്കുവാനും വിദ്യാഭ്യാസം മുടങ്ങാത്ത രീതിയിൽ അതിന് നമ്മൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് സംസാരിച്ച് അതിനുള്ള ഓർഡേഴ്സൊക്കെ ഇറക്കി നമ്മൾ ആ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെ ആ കുട്ടി ഏത് കോഴ്സാണ് പഠിച്ചിരുന്നത് അപ്പോൾ അതേ കോഴ്സ് തന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വലിയ ഇടപെടൽ, കാരണം
ഇതൊരു CWC എന്ന് പറയുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇവരെല്ലാവരുമായിട്ട് ചേർന്ന ഒരു ടീം വർക്കായിട്ടാണ് പ്രവർത്തിക്കുക. അപ്പം എല്ലാ വകുപ്പുകളെയും കൂടെ ഏകോപിച്ചുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോവുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം മുടങ്ങുവാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ എഫേർട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എടുക്കും. അപ്പോൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനങ്ങളാണ് നമ്മുടെ സർക്കാരുകളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നതല്ല. അറിയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. സാർ, നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് അവരുടെ സ്കൂൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സ്കൂൾ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ സെക്കൻഡ് ഹോമാണ്. ആദ്യത്തെ പാഠം നമ്മൾ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണെങ്കിൽ പിന്നീടുള്ള പഠനങ്ങൾ മുഴുവനും സ്കൂളിലാണ്. കൂട്ടത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ്, അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ കണ്ടതും കേട്ടതും വായിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നതും. അതൊക്കെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ, ഈ ഒരു യുവാക്കളിൽ അല്ലെങ്കിൽ കൗമാരക്കാരിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്തയിൽ പോലും, ആളുകളുടെ ചിന്തയിൽ പോലും ഈ ഒരു ലഹരി അധികമായിട്ട് ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സുഖം എന്നൊക്കെ ചിന്തിക്കുന്ന സമൂഹം കാണപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്കൂൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അവരെന്തൊക്കെ ശ്രദ്ധ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവൻ്റെ സ്കൂളുകളിലാണ്. നമുക്കറിയാം, വൈകിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ രാവിലെ കുറച്ച് സമയം മാത്രമാണ് മാതാപിതാക്കളുടെ കൂടെ. ബാക്കിയുള്ള സമയം ഒരു 9 മണി മുതൽ 4 മണി വരെ 5 മണി വരെയൊക്കെ ഒരു കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് അവൻ്റെ സ്കൂളിലാണ്. അപ്പം അധ്യാപകരുടെ സ്വാധീനം വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മളെയൊക്കെ സ്വാധീനിച്ച ഒരുപാട് അധ്യാപകരുണ്ട്. പലപ്പോഴും ഇപ്പോഴത്തെ അധ്യാപകർക്ക് പലപ്പോഴും കുട്ടികളെ സ്വാധീനിക്കാനായിട്ട്, ഒരു റോൾ മോഡൽസ് ആകാനായിട്ട് കഴിയാണ്ട് പോകുന്നുണ്ട്. അപ്പം അതിൽ അധ്യാപകരാണ് നമ്മൾ ഭാരതീയ ചിന്തയനുസരിച്ച് മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം പണ്ടൊക്കെ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള അധ്യാപകർ, കാരണം അധ്യാപനം ഒരു തൊഴിലിനേക്കാൾ ഉപരിയായിട്ട് അതൊരു വലിയ സേവനമായിട്ട് കരുതുകയും ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തിയ നിരവധി അധ്യാപകരൊക്കെ നമുക്കുണ്ട്. പലപ്പോഴും സമകാലിക പല സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അധ്യാപകർ പോലും ഈ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്, മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള, നല്ല നിലവാരമുള്ള അധ്യാപകർക്ക് നല്ല പരിശീലനം ആവശ്യമുണ്ട്. കാരണം കുട്ടികളിലെ പ്രശ്നങ്ങൾ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചില പഠനങ്ങളൊക്കെ അനുസരിച്ച് ഓരോ 10 കുട്ടികളിലും 4 to 5, 4 മുതൽ 5 കുട്ടികൾക്കും പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഒരുപക്ഷെ പെരുമാറ്റ വൈകല്യം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന പരിശീലനം അധ്യാപകർക്ക് ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും പല കുട്ടികളും ഇവൻ പഠിക്കാൻ മണ്ടനാണ്, ഇവന് കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താറുണ്ട് പല കുട്ടികളെയും. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ബുദ്ധിരാക്ഷസൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹത്തെ ഒരു 5ാം ക്ലാസ് വരെയും അദ്ദേഹം പഠിക്കാൻ കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ അവന് സ്പീച്ച് ഡിലേ ഉണ്ടായ കുട്ടിയായിരുന്നു. അപ്പോൾ അവനെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തിയവനാണ്, അവന് പഠിക്കാൻ കഴിവില്ല, അവന് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ബുദ്ധിരാക്ഷസനായിട്ട് നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യനാണ്. അപ്പം ഓരോ കുട്ടിയുടെയും സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കി. കാരണം പുതിയ പഠനങ്ങളനുസരിച്ച് കുട്ടികൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവനിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അവനിലെ സാധ്യതകൾ, പൊട്ടൻസീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു പരിശീലനം ഓരോ അധ്യാപകർക്കും ആവശ്യമാണ്. ഓരോ സ്കൂൾ മാനേജ്മെൻറ്റുകളും അധ്യാപകർക്ക് കൃത്യമായിട്ട് പരിശീലനം നടത്തി കൊടുക്കേണ്ടതുണ്ട്. അല്ലാണ്ട് കുട്ടികളെയൊക്കെ ഇവനും പഠിക്കാൻ കഴിവില്ല, ഇവന് പെരുമാറ്റ വൈകല്യമുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ ഇവന് ചെറിയ ഓട്ടിസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ മാറ്റി നിർത്താണ്ട് അവനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം ഓരോ അധ്യാപകരും നടത്തേണ്ടതാണ്. അപ്പം അധ്യാപകർക്ക് ഇതിൻ്റെ അകത്ത് വലിയ റോളാണുള്ളത്. ഒരു കുട്ടി സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി വാഗ്ദാനമായിട്ട് മാറുന്നതും അല്ലെങ്കിൽ ഒരു ആൻറ്റി സോഷ്യലായിട്ട് മാറുന്നതുമൊക്കെ ചെറിയ പ്രായത്തിൽ അവൻ്റെ അധ്യാപകൻ ഇവനെ എപ്രകാരമാണ് ട്രീറ്റ് ചെയ്തത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് അധ്യാപകർക്ക് വളരെ വലിയ റോളാണുള്ളത്. അപ്പം ഓരോ കുട്ടികളെയും, നമ്മൾ കുട്ടികളെക്കുറിച്ച് പറയാറുണ്ട്, ഒരു ഉദ്യാനത്തിലെ പൂക്കൾ പോലെയാണ് ഓരോ കുഞ്ഞുങ്ങളും നമ്മൾ പറയാറുണ്ട്. വളരെ സൂക്ഷ്മതയോടെ, വളരെ പക്വതയോടുകൂടി അവരെ കൈകാര്യം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞുങ്ങളും വലിയ സാധ്യതയുള്ളവരാണ്.
അപ്പം അവരുടെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ കുറവുകൾ പോരായ്മകൾ കണ്ട് അവരെ മാറ്റി നിർത്താണ്ട് അവരെ ചേർത്ത് പിടിച്ച് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമൊക്കെ അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ബ്രോക്കൺ ഫാമിലീസിൻ്റെയൊക്കെ എണ്ണം കൂടി വരികയാണ്. അപ്പം പലപ്പോഴും കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ സ്നേഹം അന്വേഷിച്ച് മറ്റ് പല ഫ്രണ്ട്സിൻ്റെയും ബോയ് ഫ്രണ്ട്സിൻ്റെയും ഗേൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ പിന്നാലെ പോവുക. ആ ഒരു സാഹചര്യത്തിൽ അധ്യാപകർ ഒരു അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടേക്കുന്ന പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും അവരെയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചേക്കുന്നത് അവരുടെ അധ്യാപകരാണ്. അപ്പം അധ്യാപകർക്ക് വലിയ ഒരു ദൗത്യമാണുള്ളത്. ഓരോ കുഞ്ഞുങ്ങളെയും നേർവഴിയിലൂടെ നയിക്കുകയും അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നല്ല പൗരന്മാരായിട്ട് മാറ്റുന്നതിൻ്റെ വലിയ ദൗത്യമാണ് സർക്കാരും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചിരിക്കുക. മാതാപിതാക്കൾ തങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, എന്തൊക്കെയാണ് അവരെ ശ്രദ്ധിക്കേണ്ടതെന്ന് അവരറിയുക. അധ്യാപകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. നമ്മൾ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി പോകാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി കുറച്ച് പാട്ടുകളാണ് SK ജംഗ്ഷനിൽ താങ്ങായി തണലായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തൊക്കെ സംരക്ഷണം നൽകണം എന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെക്കുറിച്ച് സംസാരിച്ചു, അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി തുടർന്ന് നമ്മൾ എന്താണ് തങ്കമണി കേൾക്കാനായിട്ട് പോകുന്നത്? ഇനി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ സേവനം ലഭ്യമാകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീടുകളിൽ കുട്ടികൾക്കുണ്ടാവുന്ന പ്രോബ്ലംസ് അത് കുട്ടികൾ സ്കൂളിൽ വന്ന് സ്കൂൾ കൗൺസിലേഴ്സിനോട് ഷെയർ ചെയ്യുന്നുണ്ടോ, അവർക്ക് ആരോടെങ്കിലും ഒരു കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പം നമ്മുടെ ഈ കേരളത്തിലാണെങ്കിലും ഓരോ ജില്ലയിലാണെങ്കിലും സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ സേവനം ലഭ്യമാകുന്നുണ്ടോ? പല കുഞ്ഞുങ്ങളും CWCയിൽ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ സങ്കടം ഒന്ന് പങ്കുവെക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ആരുമില്ല, എൻ്റെ അച്ഛനും അമ്മയൊക്കെ തിരക്കാണ്, എൻ്റെ സഹോദരങ്ങളൊക്കെ എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാ മനുഷ്യൻ്റെയും ഒരു വലിയൊരു നീഡാണ് നമ്മുടെ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവെക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെ ഒന്ന് കേൾക്കുവാനായിട്ട്, എൻ്റെ ആശയങ്ങളെയും എൻ്റെ ആവശ്യങ്ങളൊക്കെ എൻ്റെ ഒരാളുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറയാം. പലപ്പോഴും ആ ഒരു സാഹചര്യത്തിലാണ് കൗൺസിലിങ്ങിൻ്റെ വലിയ പ്രസക്തി ഉള്ളത്. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ കൗൺസിലിങ്ങിന് വലിയ സ്വാധീനമാണുള്ളത്. കാരണം ഏത് മനുഷ്യനും, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കുമൊക്കെ എത്ര വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗൈഡൻസും മാർഗ്ഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നത്, നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കൗൺസിലിംഗ് എന്ന് പറയുക. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ കൗൺസിലിങ്ങിനോടൊക്കെ വലിയൊരു സോഷ്യൽ സ്റ്റിഗ്മ പല ആളുകൾക്കുമൊക്കെ ഉണ്ട്. കൗൺസിലിങ്ങിന് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള ആളുകൾ പോകുന്നതാണെന്ന്. അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ, നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷൻസ് മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കേൾക്കുവാനുമൊക്കെയുള്ളൊരു സ്ഥലമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടും ബോധ്യമൊക്കെ നമുക്കുണ്ടാകണം. ആദ്യമേ തന്നെ നമ്മുടെ ഒരു പ്രജഡീസ്, മുൻവിധികൾ മാറ്റിവെക്കുക. കൗൺസിലിംഗ് പ്രശ്നമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതല്ല, ആർക്കും കടന്നു ചെല്ലുവാനും നമുക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കൗൺസിലിംഗ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സിൻ്റെ സേവനം ആവശ്യമാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെ നമ്മുടെ ഓരോ ICDSലും നമ്മുടെ കോട്ടയം ജില്ലയിൽ 61 സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അവർക്ക് സ്കൂൾ കൗൺസിലറിൻ്റെ അടുത്ത് ചെന്ന് അവരുടെ സങ്കടങ്ങൾ, വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ഒരുപക്ഷെ വീട്ടിലെ സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളോ, പ്രണയമോ പ്രേമബന്ധങ്ങളോ അല്ലെ അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ സ്കൂൾ കൗൺസിലറിൻ്റെ അടുത്ത് പങ്കുവയ്ക്കാം. അപ്പം തീർച്ചയായിട്ടും കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ CWCയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഓരോ കുട്ടിക്കും ജസ്റ്റിസ് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സർക്കാർ സ്കൂളുകളിൽ മാത്രമല്ല എല്ലാ പ്രൈവറ്റ് സ്കൂളുകളിലും, ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സ്കൂളുകളിലും സ്കൂൾ കൗൺസിലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അവർക്ക് പങ്കുവെക്കാൻ പറ്റുകയുള്ളൂ. അത് കുട്ടിയുടെ വളർച്ചയെ വളരെ പോസിറ്റീവായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ സാന്നിധ്യം എന്ന് പറയും.
ഒരുപക്ഷെ അവർക്ക് അവരുടെ അധ്യാപകരുടെ അടുത്ത് ഇത്ര ഓപ്പണപ്പ് ആയിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഒരു സ്കൂൾ കൗൺസിലറിൻ്റെ അടുത്ത്, കാരണം അവർ പഠിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഓരോ കൗൺസിലേഴ്സും. അപ്പം കൗൺസിലേഴ്സ് ഓരോ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ, ഇൻ്റർവെൻഷൻ നടത്തുകയും ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിനുള്ള ഫോളോ അപ്പുകളൊക്കെ കൗൺസിലേഴ്സ് നടത്തും. നമുക്ക് ഇടയിലുള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഈ സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ ഒരു ഇടപെടലുകൾ വഴിയാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. ഓക്കെ സാർ, ചില സാഹചര്യങ്ങളിൽ സ്കൂൾ കൗൺസിലേഴ്സ് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ വരുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ സ്കൂളിൻ്റെ പേര് പോകുമോ എന്നുള്ള പേടി കാരണം ചിലപ്പോൾ PTA ആൾക്കാരോ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകരോ ചേർന്നെടുക്കുന്ന തീരുമാനമായിരിക്കാം. അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? സ്കൂൾ കൗൺസിലേഴ്സ് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഗൗരവമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ളൊരു തെറ്റാണ്. അതുകൊണ്ട് സ്കൂളിൻ്റെ ഫെയിമോ പ്രശസ്തിയൊന്നും അല്ല നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവിടെ ഒരു അതിക്രമം നേരിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് CWCയിലോ ചൈൽഡ് ലൈനിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് അല്ലെ പോലീസിലൊക്കെ അറിയിക്കേണ്ടതാണ്. ഇത് അറിയിക്കാത്തത് വളരെ ഗൗരവമായിട്ടുള്ളൊരു തെറ്റാണ്. ഓക്കെ, അങ്ങനെ കുട്ടികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനായി കൂടെയുള്ളത് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്നത്തെ സമകാലിക പ്രസക്തിയുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി കൂടെയുള്ളത് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. നമ്മുടെ എല്ലാ ജില്ലകളിലും, അതായത് അതിർത്തി ജില്ലകളിൽ കുട്ടികളെ താമസിപ്പിച്ച് ചികിത്സിക്കാൻ തക്കവിധമുള്ള അഡിക്ഷൻ സെൻ്ററുകളുടെയോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ സെൻ്ററുകളുടെയോ അഭാവം നിലവിലുണ്ടോ? എങ്ങനെയാ? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. കുട്ടികളുടെ ഇടയിൽ അക്രമവാസനകൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ കൂടി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ഒരു റീഹാബിലിറ്റേഷന് താമസിപ്പിച്ച് കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ സ്വഭാവ രൂപീകരണത്തിനുള്ള ആവശ്യം വളരെ ഏറി വരികയാണ്. എല്ലാ ജില്ലകളിലും നമ്മുടെ ജില്ലകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എണ്ണം കൂട്ടേണ്ടിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും മറ്റ് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക്, മറ്റ് ജില്ലകളിലേക്കൊക്കെയാണ് കുട്ടികളെ അയക്കുക. പ്രത്യേകിച്ച് അക്രമ സ്വഭാവമുള്ള കുട്ടികളെ, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട കുട്ടികളെയൊക്കെ ഇവിടുന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടേണ്ടതാണ്. കാരണം കേസുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമുക്ക് ഈ മാനസിക ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കേന്ദ്രങ്ങൾ, ഈ കൗൺസിലേഴ്സ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും സെൻറ്ററുകൾ നിലവിലുണ്ടോ കുട്ടികൾക്ക് വേണ്ടിയുള്ളത്? നമ്മുടെ ജില്ലയിലുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ എണ്ണം വളരെ കുറവാണ്. കാരണം കുട്ടികൾക്ക് ഇടയിലുള്ള ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ ഒരുപാട് കൂടി വരികയാണ്, ബിഹേവിയറൽ ഇഷ്യൂസ്. അപ്പം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടേണ്ടിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പല NGOs ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടുക. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഓക്കെ സാർ, അതുപോലെ തന്നെ നമുക്ക് കുട്ടികളിൽ ചെറുപ്പം മുതൽ കാണുന്ന കുറേ ഡിസബിലിറ്റീസ് ഉണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റിങ്ങിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ആയിരിക്കാം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ CWCയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കുട്ടികൾക്ക് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് ഒരുപാട് പരിമിതികൾ നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. കാരണം കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഇഷ്യൂസിൻ്റെയൊക്കെ എണ്ണം കൂടി വരികയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് നിലവിൽ വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് വളരെ കുറച്ച് ജീവനക്കാരും, നമുക്ക് ഒരുപാട് പരിമിതികളിലൂടെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കടന്നു പോവുക. പക്ഷേ വരും ഭാവിയിൽ ഇതൊക്കെ കൂടുതൽ എക്സ്റ്റാബ്ലിഷ് ആകേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ലേണിംഗ് ഡിസബിലിറ്റി, ബിഹേവിയറൽ ഇഷ്യൂസ്, ഹൈപ്പർ ആക്ടിവിറ്റി ഇതൊക്കെ കൂടി വരികയാണ്. അപ്പോൾ കൂടുതൽ ജീവനക്കാരെ, കൂടുതൽ സൈക്കോളജിസ്റ്റുമാരെയും തെറാപ്പിസ്റ്റുകളെയും, അസസ്മെൻറ്റ് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളിലേക്ക് സേവനം ആവശ്യമാണ്. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കൊക്കെയാണ് കുട്ടികളെ അയക്കുക. പക്ഷേ കൂടുതൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുന്നുണ്ട്. ഓക്കെ സാർ, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, അറിഞ്ഞു. ഇനിയും കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction.
വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോട്ടയം. സാർ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടു അറിഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു സമ്മപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈവൻ കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ടീച്ചേഴ്സിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പാരൻസിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനിയിപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അവസാനമായിട്ട് സാറിന് എന്താണ് സംസാരിക്കാനായിട്ടുള്ളത്? ഒരു രാഷ്ട്രത്തിൻ്റെ ദ റിയൽ അസറ്റ്, ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ കുട്ടികളാണ്. ഇപ്പം ദേശസ്നേഹമുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള, ഉത്തരവാദിത്തമുള്ള കുട്ടികൾ വളർന്നെങ്കിൽ മാത്രമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയും വികസനവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ ലഹരി വസ്തുക്കൾക്കും ഒക്കെ പിന്നാലെയാണ്, അല്ലെങ്കിൽ അക്രമവാസനകൾ, വയലൻസ് ഒക്കെ കുട്ടികളുടെ ഇടയിൽ കൂടി വരികയാണ്. ആഫ്രിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുക: യു കനോട്ട് ഡിസ്ട്രോയ് അവർ നേഷൻ ബൈ ആറ്റം ബോംബ്സ് ഓർ AK-47 ഗൺസ്, but rather you can destroy us only through narcotics or a generation or children who are irresponsible or who are after social media addiction or violence. അപ്പോൾ നമുക്കൊരു രാഷ്ട്രത്തെ നശിപ്പിക്കാനായിട്ട് യന്ത്രത്തോക്കുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ബോംബുകൾക്കൊന്നും സാധിക്കുകയില്ല. ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറ, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് വയലൻസ് ഉള്ള, ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ യുവതലമുറയുടെ പോക്ക്, നമുക്ക് ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി തന്നെ എങ്ങോട്ടാണ് എന്നൊക്കെ നമ്മളെ ഓരോ ദിവസവും ആശങ്കപ്പെടുത്തുകയാണ്. അപ്പം നമ്മളെല്ലാവരും, നമ്മൾ ഈ രാജ്യത്തുള്ള എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ നമുക്ക് നേർവഴിയിലൂടെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് എല്ലാ സർക്കാർ സംവിധാനങ്ങളും, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലെയുള്ള ക്വാസി ജുഡീഷ്യൽ സംവിധാനങ്ങളോ, നമ്മുടെ ജുഡീഷ്യറിയും, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ചേർന്ന് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഇൻ്റർവെൻഷൻസൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിന് ലഹരി വസ്തുക്കൾ തടയാൻ വേണ്ടി നമുക്ക് ഈ ഡ്രഗ്സിൻ്റെയൊക്കെ അവൈലബിലിറ്റി കുറയ്ക്കുകയും അതിനുവേണ്ടിയുള്ള ഓപ്പറേഷൻസൊക്കെ നടത്തുകയും നല്ല റോൾ മോഡലിംഗ്, കുട്ടികൾക്ക് മാതൃകാപരമായിട്ടുള്ള ആളുകൾ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ കുട്ടികൾക്ക് മാതൃകകളാകേണ്ടവർ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് റോൾ മോഡൽസായിട്ട് മറ്റാരെയും കാണിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും ഓരോ കുട്ടിയും അവൻ്റെ വീട്ടിലെ മാതാപിതാക്കളും അവൻ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരെയൊക്കെ കണ്ട് റോൾ മോഡൽസായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ നല്ല രാഷ്ട്രസ്നേഹമുള്ള, ദേശസ്നേഹമുള്ള, റെസ്പോൺസിബിളായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. അതുമാത്രമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു അച്ഛനും അമ്മയ്ക്കൊക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് വരാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചില അമ്മമാരൊക്കെ ട്രെയിനുകൾക്ക് മുമ്പിലൊക്കെ ചെന്ന് ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സമീപിക്കാം. 1098 എന്ന് പറയുന്ന ചൈൽഡ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളെ നേരിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനും നല്ലൊരു ഭാവി ഞങ്ങൾ ഉറപ്പ് നൽകുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള മാനസിക പിന്തുണയും സഹായവും സപ്പോർട്ടും എല്ലാം CWC നൽകുന്നതായിരിക്കും. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു ഭയങ്കരമായിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, നമ്മുടെ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള 1098 എന്നുള്ള നമ്പറും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. കാരണം ഇന്നത്തെ ഒരു സമൂഹത്തിൽ എല്ലാവരും ഒരു പേടിയോട് കൂടെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നതും, അല്ലെങ്കിൽ ഉള്ളിലൊരു എവിടെയോ ഒരു പേടി കിടപ്പുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പക്ഷേ അവെയർ ആയിട്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കാനായിട്ട് സാറിൻ്റെ വാക്കുകൾക്ക് സാധിച്ചു. സോ താങ്ക് യു സർഗക്ഷേത്ര. കാരണം വളരെ റെലവൻ്റ് ആയിട്ടുള്ള, ആനുകാലിക പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് കേൾക്കുന്ന ഓരോ ഓഡിയൻസിനും ഒരുപാട് ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകളൊക്കെ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും, ജോയ്ക്കും തങ്കമണിക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. 89.6 FM സർഗക്ഷേത്ര.